അവൻ മുറ്റത്ത് വന്ന് പിക്കാസും കൈക്കോട്ടൊക്കെ അവിടെ വെച്ച് തലയിൽ കെട്ടിയ തോർത്തെടുത്തിട്ട് ആ വിയർപ്പൊന്ന് തുടക്കുമ്പോ കൊടുക്കണം കയ്യിൽ കൂലി. ആ വിയർപ്പ് വറ്റുന്നതിന് മുന്നേ തൊഴിലാളിയുടെ കൂലി കൊടുത്തോളണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കോവിഡ് വന്നപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു, ഗൾഫിൽ നിന്ന് കിട്ടിയ ഫ്ലൈറ്റിന് കയറി വിട്ടു, 2 കൊല്ലമായി അവിടെ ജോലി ചെയ്യുന്നു, പെങ്ങളുടെ കല്യാണത്തിന് വെച്ചതാണ് ശമ്പളം വാങ്ങാതെ. അവസാനം കിട്ടിയ ഫ്ലൈറ്റിന് കയറുമ്പോ മുതലാളിയോട് ചോദിച്ചു, എന്റെ ശമ്പളം എവിടെയെന്ന് ചോദിക്കുമ്പോ അയാളുടെ മറു ചോദ്യം, കോവിഡ് അല്ലേ, എവിടെ നിന്ന് തരാനാണ്? കോവിഡും ഈ ശമ്പളവും തമ്മിൽ എന്താ കൂട്ടരെ ബന്ധം? കോവിഡ് തുടങ്ങിയപ്പോൾ ഉള്ള പ്രയാസമല്ല, 2 കൊല്ലം മുമ്പ് പണിയെടുത്ത കൂലിക്കാണ് ചോദിക്കുന്നത്. ആ കൂലിപ്പണിക്കാരൻ അധ്വാനിച്ചപ്പോഴാണ് നീ ഇത്ര കോടിയുടെ വണ്ടിയിൽ വിലസാൻ തുടങ്ങിയത്. അവന്റെ വിയർപ്പാണ് നീ കെട്ടിപ്പൊക്കിയ കൊട്ടാരം, അവന്റെ വിയർപ്പാണ് ഗൂഡല്ലൂർ ടൗണിൽ നീ ഉണ്ടാക്കിയ കോംപ്ലക്സ്, അത് തന്നെയാണ് ഊട്ടിയിലെ ലോഡ്ജ്. എല്ലാം ഈ സാധുക്കൾ എല്ലുമുറിയെ പണിയെടുത്തത് കൊണ്ടാണ്. അവരുടെ കൂലി ചോദിക്കുമ്പോ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ പറയാൻ പാടില്ല. അവന്റെ കൂലി അങ്ങ് കൊടുത്തോളണം, അവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുന്നേ കൊടുത്തോളണം. ഒരാൾ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, അബൂദാവൂദ് തങ്ങൾ തന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, ഇത് കേട്ടോളണേ എല്ലാവരും, കം നഅഫു അനിൽ ഖാദിം. മനോഹരമായ ഒരു ചോദ്യമാണ്. ഞങ്ങളുടെ ഖാദിമിന് ഞങ്ങൾ എത്ര അഫു കൊടുക്കണം? ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്ന ആൾക്ക് ഞങ്ങൾ എത്ര മാപ്പ് കൊടുക്കണം? എന്റെ കഫ്റ്റീരിയയിൽ പണിക്ക് വന്ന നാട്ടുകാരന് ഞാൻ എത്ര മാപ്പ് കൊടുക്കണം? ഒന്നൊക്കെ ഞാൻ സഹിച്ചു, 2 സഹിച്ചു, ഇനി പറ്റൂല, പൊയ്ക്കോ. പറ്റൂല മോനെ, എത്ര തവണ മാപ്പ് കൊടുക്കണം? ഫസ്വമത്ത, അവിടുന്ന് ഒന്നും മറുപടി പറഞ്ഞില്ല. സുമ്മഅദ അലൈഹിൽ കലാം. ഈ വന്ന മനുഷ്യൻ വീണ്ടും ചോദിച്ചു, ഞങ്ങളിൽ ഒരാൾ ഞങ്ങളുടെ വേലക്കാരന് എത്ര മാപ്പ് കൊടുക്കണം? അപ്പോഴും അവിടെ നിന്ന് മിണ്ടിയില്ല. മൂന്നാമതും ചോദിച്ചു, ഫലമ്മാ കാന ഫി സാലിസ. മൂന്നാമത് ചോദിച്ചപ്പോ കാല അവിടെ നിന്ന് പറഞ്ഞു, യഅഫു അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ. ഒരു ദിവസം 70 തവണ തന്റെ വേലക്കാരന് മാപ്പ് കൊടുക്കണമെന്ന് തൊഴിലാളി വർഗത്തിന്റെ സമുന്നതനായ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വർത്തമാനമല്ലേ കൂട്ടരെ? 70 തവണ തന്റെ കൂട്ടുകാരന് തന്റെ വേലക്കാരന് മാപ്പ് കൊടുക്കണമെന്നാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അവിടുന്ന് ഇങ്ങനെ വലിയ ഓർഡർ ഇടുക മാത്രമായിരുന്നോ ചെയ്തിരുന്നത്? അവിടുന്ന് ഇങ്ങനെ കൽപ്പിക്കുന്ന ആള് മാത്രമായിരുന്നു? അല്ലല്ലോ.